മണ്ണിൽ വിയർപ്പൊഴുക്കി പൊന്നു വിളയിച്ച കർഷകരെ പനിനീർ പൂക്കൾ നൽകി സ്വീകരിച്ച് മീനങ്ങാടി പഞ്ചായത്ത്. കേരഗ്രാമം പദ്ധതിക്കായി പഞ്ചായത്തിനെ തിരഞ്ഞെടുത്ത സന്തോഷം കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വിനയൻ കർഷകരുമായി പങ്കിട്ടു. വാർഡ് 8 കരിമ്പാക്കൊല്ലിയിലെ കുട്ടിക്കർഷകൻ അഭിഷേക് ഉൾപ്പെടെ 19 വാർഡുകളിൽ നിന്നായി തിരഞ്ഞെടുത്ത 76 കർഷകർ. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നിന്ന് 4 വിഭാഗങ്ങളിലായി മികവ് പുലർത്തിയ 4 കർഷകർ. യാക്കോബ് വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പാടശേഖര സമിതി അംഗങ്ങളുടെ പ്രവർത്തന മികവുകൾ, മുകുന്ദന്റെ നേതൃത്വത്തിലുള്ള കാർഷിക കർമ്മസേനയുടെ മാതൃകാ പ്രവർത്തനങ്ങൾ തുടങ്ങി കാർഷിക മേഖലയിൽ നേട്ടങ്ങളേറെയുണ്ട് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിനും കൃഷിഭവനും കർഷകർക്കും പറയാൻ. ആദരിക്കേണ്ടവരെ ആദരിച്ചും അനുമോദിക്കേണ്ടവരെ അനുമോദിച്ചും മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ സംഗമവേദിയായി മാറുകയായിരുന്നു. പരിപാടി IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെയും പട്ടികവർഗ സഹോദരങ്ങളെയും വികലാംഗരെയും വൃദ്ധജനങ്ങളെയും വ്യാപാരികളെയും വ്യവസായികളെയും ഓട്ടോ ടാക്സി തൊഴിലാളികൾ എല്ലാവരെയും യോജിപ്പിച്ച് കൂടെ നിർത്തി ഒരു ലോക്കൽ ബോഡി ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ട എല്ലാ നല്ല പ്രവർത്തനങ്ങളാണ് ഈ 5 വർഷം പൂർത്തിയാകാൻ പോകുന്ന ഘട്ടത്തിലും മീനങ്ങാടി ഭരണസമിതി ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിനിടെയാണ് കേരഗ്രാമം പദ്ധതിക്കായി മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുത്ത സന്തോഷം കർഷകരുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വിനയൻ പങ്കിട്ടത്. നാളികേര പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായ കേരഗ്രാമം പദ്ധതിക്ക് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിനെ MLA നിർദ്ദേശിക്കുകയും അതിന് നമ്മളെ തിരഞ്ഞെടുക്കുകയും ചെയ്ത വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. 3 വർഷങ്ങളിലായാണ് ഈ പദ്ധതി നടപ്പിലാക്കുക. ഒന്നാമത്തെ വർഷം 25,67,000 രൂപയും, രണ്ടാമത്തെ വർഷം 8 ലക്ഷം രൂപയും, മൂന്നാമത്തെ വർഷം 4 ലക്ഷം രൂപയും, അങ്ങനെ 3 വർഷമായി 37,67,000 രൂപ നാളികേര അല്ലെങ്കിൽ തെങ്ങ് പുനരുദ്ധാരണത്തിനായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് കേരഗ്രാമം പദ്ധതിയിലൂടെ കിട്ടും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ സിന്ധു ശ്രീധരൻ, കൃഷി ഓഫീസർ ജ്യോതി C. ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ഷെരീഫ്, വയനാട് വിഷൻ, മീനങ്ങാടി.